ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ രമ്യ സന്ദീപ്. ഇത് കണ്ടോ, നിറച്ചിലയായിട്ട് നിൽക്കുന്ന ഈ വഴുതനച്ചെടി കണ്ടോ? ഇതുപോലെ ഇന്നലെ രാത്രി മൊത്തം ഇതുപോലെ നല്ല രീതിയിൽ നിറച്ചിലയായിട്ട് നിന്ന ഒരു വഴുതന ചെടിയുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ കണ്ടോ? ഇത് കണ്ടോ, ഇപ്പോൾ ഒറ്റ ഇല ഇല്ല, അങ്ങും ഇങ്ങും ഒന്നോ രണ്ടോ ഇല, മൊത്തം ഇല നിറഞ്ഞു നിന്നത് പെട്ടെന്ന് കാണുന്നില്ല. ഇപ്പൊ റോഡ് സൈഡിലായി നിൽക്കുന്നത്. അപ്പൊ അമ്മ പറഞ്ഞു ഇനി കണ്ണു വല്ലതും ആണോ. ഇപ്പൊ ഞാൻ വിചാരിച്ചു കണ്ണൊക്കെ ഉണ്ടോ എന്നൊക്കെ വിചാരിച്ച് വന്ന് ചെക്ക് ചെയ്യാൻ നോക്കിയപ്പോഴത്തേന് ഈ ഒരു വലിയ കണ്ണാന്ന് മനസ്സിലായി. കണ്ടോ, ഈ ഒരൊറ്റ ഒരാളോ, അധികം പുഴുവൊന്നും ഇല്ല. സാധാരണ ചെറിയ ചെറിയ പുഴുകൾ വന്ന് നിറച്ചെല്ല തിന്നാറുണ്ട്. ഇത് അങ്ങനെയല്ല, ഈ ഒറ്റ ഒരുത്തൻ. കാണാൻ തന്നെ നല്ല ഭംഗിയാണ്ട്. ഈ ആളാണ് ഈ ഇലയെ മൊത്തം തിന്ന് നശിപ്പിച്ച് ഈ പരുവത്തിലാക്കി വെച്ചിരിക്കുന്നത്. കണ്ടോ, ഈ ഇല ഇങ്ങനെ മറിഞ്ഞ് കിടക്കുമ്പോഴത്തേനെ, ഇങ്ങനെ കിടക്കുമ്പോൾ നമ്മളിത് കാണുന്നില്ലൊന്നുമില്ല. നമ്മൾ വിചാരിക്കും ആരെങ്കിലും പറിച്ചു കളഞ്ഞായിരിക്കും, അല്ലെങ്കിൽ എന്ത് പറ്റിയാന്നൊക്കെ വിചാരിച്ചു വന്ന് നോക്കുമ്പോഴാ തേണ്ടേ. ഉണ്ടോ, കണ്ട നല്ല സുന്ദര കുട്ടപ്പനാണ്. ഇവന് സെക്കൻഡുകൾ മതി ഓരല്ല തിന്നാൻ. അതിനുശേഷം ഈ കളറായി കഴിഞ്ഞ് ഓടി അപ്പുറത്തെ ഇലയിൽ കയറി അത് മൊത്തം തിന്ന് 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 മൊത്തം നശിപ്പിച്ച് കളയും. അത് പിടിച്ചിരിക്കുന്നുണ്ടോ, ഉള്ളി പിടിച്ചിരിക്കുന്നുണ്ടോ, പാവക്കുട്ടിയൊക്കെ ഇരിക്കുന്ന പോലെ. പക്ഷെ ഇതാണ് വലിയ, നമ്മുടെ കൃഷി ചെയ്യുന്നവർക്ക് വലിയ നാശം ഉണ്ടാക്കുന്നവനാ ഇവന്. കണ്ടാൽ നമുക്ക് കൊല്ലാനും തോന്നുകയല്ലേ. കണ്ടോ, ഇവനെ പോലെയുള്ള ഒറ്റ ഒരുത്തം മതി നമ്മുടെ കൃഷി ഒറ്റ ദിവസം കൊണ്ട് നശിപ്പിച്ച് കളയാൻ. ഇവനെ ഞാൻ നശിപ്പിച്ച് കളയാൻ പോയി. എങ്ങനെയാണ് നശിപ്പിക്കുന്നതെന്നൊന്നും കാണിക്കുന്നില്ല. നമ്മൾ ആറ്റുനോറ്റുണ്ടാക്കി ഓരോ ചെടിയും ഇങ്ങനെ പരിപാലിച്ച് കൊണ്ടുവന്ന് കഴിയുമ്പോഴത്തേന് ഇതുപോലെയുള്ള ആളുകൾ വന്ന് നശിപ്പിച്ച് കളയുമ്പോഴത്തേന് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് പിന്നെ കൊല്ലാതിരിക്കാൻ നമുക്ക് വേറെ നിർവാഹമില്ല. നമ്മൾ കൊന്നു കളയാൻ പോവാണ്. അപ്പം ഇതുപോലെ നമ്മൾ ഓരോ ദിവസവും വന്ന് ചെക്ക് ചെയ്യണം. അതിരാവിലെയൊക്കെ വന്ന് ചെക്ക് ചെയ്യുക. വൈകുന്നേരങ്ങളിൽ നമ്മുടെ കൃഷിയിടത്തിലെല്ലാം ഒന്ന് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് കണ്ണുകൊണ്ട് കാണാവുന്ന ഇടങ്ങളെല്ലാം നശിപ്പിച്ച് കളഞ്ഞ് നമുക്ക് സംരക്ഷിക്കാനായിട്ട് പറ്റും. ജൈവ കൃഷി ചെയ്യുന്നവർക്കാണ് ഈ പ്രശ്നങ്ങളെല്ലാം കൂടുതലായിട്ട് വരുന്നത്. രാസകൃഷി ചെയ്യുകയാണെങ്കിൽ, രാസ കീടനാശിനികളൊക്കെ പ്രയോഗിക്കുകയാണെങ്കിൽ ഇവരാരും എടുക്കുകയില്ല. ചെടി നന്നായിട്ട് തഴച്ച് വളഞ്ഞ് ഇഷ്ടം പോലെ കായ്കളൊക്കെ ലഭിക്കും. പക്ഷെങ്കിൽ അന്നേരം നമുക്ക് ആ കായ്കളെ ഭക്ഷിക്കാൻ എത്രമാത്രം നല്ലതാണെന്ന് നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കിക്കോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.